തിരുവനന്തപുരത്ത് റബ്ബർ പുരയിടത്തിൽ നിന്ന് ഒട്ടുപാലും ഡിഷും മോഷ്ടിച്ച പ്രതികൾ അറസ്റ്റിലായത് പനവൂർ സ്വദേശികളായ ഉണ്ണി, സനൽ എന്നിവർ. സംഭവത്തിൽ വെള്ളറട പോലീസ് കേസെടുത്തു. തൃശൂർ പുതുക്കാട് KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യാത്രക്കാരൻ മരിച്ചു. കാരിക്കുളം സ്വദേശി മമ്മൂദാണ് മരിച്ചത്. തൃശൂർ മാന്നാറിൽ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. മുൻ കേരള ഫീഡ്സ് MD K വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പറവൂരിൽ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പാടവ പരിശീലന കളരി സംഘടിപ്പിച്ചു. HSMHR സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്കുതല പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ല, ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ അതിരൂപത പ്രതിവേദിയുടെ 41ാം ജന്മദിനാഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മാർ തോമസ് തറയിൽ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം നടത്തി. പദ്ധതിയുടെ 1ാം ഘട്ട വിതരണോദ്ഘാടനം പഞ്ചായത്ത് വികസനകാര്യ പ്രസിഡന്റ് PT ഷഹനാസ് നിർവഹിച്ചു. 9 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ ആനക്കയത്ത് ഉരുൾപൊട്ടൽ ബാധിച്ച 24 കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ ജനകീയ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. തൃശൂർ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം മുൻ MLA MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു.